അപ്പോൾ നമ്മൾ ഈ രൂപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് പൊന്മാൻ. പൊന്മാനിലെ സജിൻ ഗോപുവിൻ്റെ കഥാപാത്രം സജിൻ ഗോപു നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും ഒന്നാമത് കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. അതിൽ എങ്ങനെ രാഹുൽ രാജകോൽ എത്തിയില്ല എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. സജിൻ ഗോപുവിൻ്റെ ആ ഒരു ക്യാരക്ടർ രാഹുൽ ചെയ്തിരുന്നെങ്കിൽ എന്നും ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണോ? ഇല്ല, പൊന്മാനിൽ എന്നെ വിളിച്ചതാണ്. അത് ആ സമയത്ത് കൊണ്ടല്, ടർബോ, 4.5 സംഘം. അപ്പം ജ്യോതിഷേട്ടൻ എന്നെ കൺട്രോളർ രഞ്ജിത്തേട്ടനെ വിളിച്ചത്. അപ്പം സെയിം പ്രൊഡക്ഷൻ ടീമാണ് മസ്തിഷ്കമരണം ചെയ്തിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലോസ് ആയിട്ട് ഞാൻ കാണുന്നത് അതാണ്. കാരണം കഥയുണ്ട്. അപ്പോൾ അത് രഞ്ജിത്തേട്ടൻ വിളിച്ചപ്പോൾ ഈ 4.5 സംഘത്തിൻ്റെ ഡേറ്റ്സ് സോണി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന സമയമാണ്. കൊണ്ടൽ കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു, ടർബോ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കൊണ്ടൽ വിചാരിച്ച സമയത്തൊന്നും നടന്നില്ല. അപ്പം അത് നീണ്ടുപോയി. ഈ സീരീസും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു തരത്തിൽ ഞാൻ വിളിച്ചപ്പോൾ ഈ ക്യാരക്ടറാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നെ വിളിച്ചിട്ട് ക്യാരക്ടറാണ് എന്താണ് എന്നോട് പറഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം മസ്തിഷ്കമരണത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഫ്ലവേഴ്സിൻ്റെ ഒരു അവാർഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മസ്തിഷ്കമരണത്തിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റ് ഉണ്ടായിരുന്നു. പൊന്മാനിന് കുറേ അവാർഡ്സ് ഉണ്ടായിരുന്നു. ജ്യോതിഷേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിഷേട്ടൻ പറഞ്ഞു, വിളിച്ചല്ലായിരുന്നോ ചേട്ടാ, എനിക്കൊരു കരച്ചിൽ വരും.